ആ ആവശ്യത്തിൽ എം പി രാജേഷ് സുപ്രീം കോടതിയുടെ ഒരു ഇന്നത്തെ ഉത്തരവായിട്ട് കണ്ടത്, വിശദാംശം മനസ്സിലാക്കിയില്ല, ഇപ്പോൾ സ്റ്റേജിലിരുന്നപ്പോഴാണ് ഇത് കണ്ടത്. കണ്ട കാര്യം, ഇപ്പോൾ പിടിച്ച എല്ലാ തെരുവുനായ്ക്കളെയും ഇമ്മ്യൂണൈസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് തിരിച്ചുവിടണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക എന്താ സംസ്ഥാന സർക്കാർ ചെയ്യാത്തതെന്ന്. സുപ്രീം കോടതിക്കും ഈ ചട്ടം നിലനിൽക്കെ പറയാൻ പറ്റൂ. അതാണ് പ്രശ്നം. നേരത്തെ സുപ്രീം കോടതി എല്ലാത്തിനെയും ഷെൽട്ടറിലാക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു പിടിച്ചതിനെ മുഴുവൻ ഇമ്മ്യൂണൈസ് ചെയ്ത് വന്ധ്യംകരിച്ചും അതുപോലെ ഈ കുത്തിവെപ്പ് നടത്തി പുറത്തു വിടണം എന്ന് പറഞ്ഞതായിട്ടാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള ABC ചട്ടങ്ങൾ അപ്രായോഗികമാണ് എന്ന വാദം ഇനി ആർക്കും സംശയം അക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ABC ചട്ടം പൊളിച്ചെഴുതിയേ പറ്റൂ. ഫലപ്രദമായിട്ടുള്ള നടപടികളുമായിട്ട് കേന്ദ്രം വരണം. അതിന് സുപ്രീം കോടതിയുടെ ഇടപെടൽ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നയം മാത്രം പോരാ, നയവും വേണം, നിലവിലുള്ള ചട്ടം മാറ്റണം, പുതിയ ചട്ടം വരണം. ഇത് ഫലപ്രദമായി നിയന്ത്രിക്കാൻ പറ്റുന്ന ചട്ടമാണ് വരേണ്ടത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിദഗ്ധരെല്ലാം പറയുന്നത്, രഹസ്യമായിട്ട് എല്ലാവരും പറയുന്നത്, ഇപ്പോഴത്തെ സ്ഥിതിക്ക് അയവുണ്ടാക്കണമെങ്കിൽ ഒരു നിയന്ത്രിതമായ കള്ളിങ് ആവശ്യമായിട്ട് വരും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അവരെല്ലാം പറയുന്നത് ഇതേ പ്രായോഗികമായ പരിഹാരം ഇപ്പോഴുള്ളൂ. പക്ഷേ ഇത് ഞങ്ങൾക്ക് ആർക്കും പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. വസ്തുത അവർ പറയുന്ന കാര്യം ഞാൻ പറയുന്നതാണ്. ഇപ്പം പ്രായോഗികമായിട്ട് എന്താണോ പരിഹാരം, ശാസ്ത്രീയമായിട്ടൊരു പരിഹാരം എന്താണോ അത് ആലോചിക്കേണ്ടി വരും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇത് രണ്ടിനും മധ്യത്തിലാണ്. എല്ലാ തെരുവ് പട്ടികളെയും കൊന്നൊടുക്കണം എന്നതല്ല പരിഹാരം, എന്നാൽ ഒന്നിനെയും തൊടാൻ പാടില്ല എന്നുള്ളതുമല്ല. രണ്ടിനും മധ്യത്തിലാണ് പ്രായോഗികമായിട്ടുള്ളൊരു പരിഹാരമുള്ളത്. എം പി രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വന്ധ്യംകരിച്ച നായകളെ തുറന്നു വിടണം എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. വന്ധ്യംകരിച്ച നായ്ക്കൾ തുറന്നു വിട്ടാൽ വന്ധ്യംകരിച്ച നായ്ക്കൾ കുഞ്ഞുങ്ങളെ അടക്കം ഓടിച്ചിട്ട് കടിക്കില്ലേ എന്ന് സുപ്രീം കോടതിയിൽ ഏതെങ്കിലും അഭിഭാഷകൻ ചോദിച്ചോ എന്നറിയില്ല. വന്ധ്യംകരണം ഏതെങ്കിലും തരത്തിൽ എഫക്റ്റീവ് മാർഗ്ഗമാണ് എന്ന് ഏതെങ്കിലും സംസ്ഥാനത്ത് തെളിയിക്കപ്പെട്ടുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ സംസ്ഥാനത്ത് 10 ലക്ഷം പട്ടികളെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് പല തെരുവുകളുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 15,000 പട്ടികളാണ് പരമാവധി വന്ധ്യംകരിച്ച് ഈ പറഞ്ഞത് തുറന്നുവിട്ടത്. 10 ലക്ഷത്തിൽ 15,000. 10 ലക്ഷം എന്ന് പറയുന്നത് നമ്മളുടെ എറണാകുളത്തെ മാത്രം എടുത്തു നോക്കിയാൽ തന്നെ ഒരുപക്ഷെ നമുക്ക് നോക്കിയാൽ ഒരു ആനുപാതികം വെച്ച് നോക്കിയാൽ സംസ്ഥാനത്ത് അതിനേക്കാൾ മുകളിൽ തെരുവുനായ്ക്കളുണ്ട്. അതല്ലാതെ ഒഫീഷ്യൽ കണക്ക് പ്രകാരം 2 ലക്ഷം എന്തോ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. 2 ലക്ഷമൊന്നും അല്ല എന്നുള്ളത് എല്ലാവർക്കും, നമ്മുടെ തെരുവിൽ കൂടി നടക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. കേരളത്തിലെ മാത്രം സാഹചര്യമല്ല, രാജ്യത്തെ മുഴുവൻ സാഹചര്യം അതുതന്നെയാണ്. അജീഷ് ജയകുമാർ വിവരങ്ങൾ വെച്ചിരുന്നു. അജീഷ്, അപ്പോൾ ദേശീയ നയം വേണം എന്ന് പറയുന്നത്, ദേശീയ നയം ഈ പറയുന്ന വന്ധ്യംകരണമാണ് നയം എന്നതാണോ സുപ്രീം കോടതിയും പറയുന്നത്? സുപ്രീം കോടതി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നില്ല. നിലവിൽ എല്ലാ ഹൈക്കോടതി, അതായത് സമാനമായിട്ടുള്ള കേസുകൾ നിലനിൽക്കുന്ന ഹൈക്കോടതികൾ, ഒപ്പം തന്നെ സംസ്ഥാനങ്ങളിലെ നിലവിലെ സ്ഥിതികൾ, ഇതിന്റെ വിവരങ്ങളെല്ലാം സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങൾ സുപ്രീം കോടതിയിലേക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹൈക്കോടതിയിൽ പെൻഡിംഗ് ഉള്ള കേസുകളും സുപ്രീം കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുപ്രീം കോടതി പറയുന്നത് ഈ വിഷയത്തിൽ ഒരു ദേശീയ നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുള്ളത് എന്നതാണ്. ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ച് സംസ്ഥാനങ്ങൾക്കും അനിമൽ ഹസ്ബൻഡറി ബോർഡിനും മൃഗസംരക്ഷണ വകുപ്പിനുമെല്ലാം നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇവരിൽ നിന്നും ഈ വിവരങ്ങളൊക്കെ അടക്കം ശേഖരിച്ച് പ്രത്യേകമായിട്ടും അന്ന് ഈ വാദം നടന്ന സമയത്ത് ഒരുപാട് കണക്കുകളൊക്കെ സുപ്രീം കോടതിയിൽ അന്ന് ഈ വാദിഭാഗവും പ്രതിഭാഗം നിരത്തിയിരുന്നു. അതായത് ഹർജിക്കാരും ഒപ്പം തന്നെ അത് എതിർക്കുന്നവരും നിരത്തിയിരുന്നു. അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ളൊരു കണക്ക് സുപ്രീം കോടതിയിൽ എത്തിയിരുന്നില്ല. അവിടുന്ന് ചില സംഘടനകളുടെയൊക്കെ മറ്റും കണക്കുകൾ മാത്രമാണെന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചത്. അതിൻ്റെ ഒരു എക്സാക്റ്റ് കണക്ക് സുപ്രീം കോടതി ഹാജരാക്കണമെന്ന് അന്നു തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളെ കൂടി ഇതിൽ കക്ഷി ചേർത്ത് അവർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. മാത്രമല്ല മൃഗസംരക്ഷണ വകുപ്പിൻ്റേത് അവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് ABC നിയമം ഏത് തരത്തിലാണ് അത് നടപ്പിലാക്കുന്നത്, നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കമുള്ള വിവരങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും വീണ്ടും ഈ കേസ് പരിഗണിച്ച് ഒരു ദേശീയ നയം സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ രൂപീകരിക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിലവിൽ ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 11 ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയ നായ്ക്കളെ അത് തുറന്നു വിടണം. അതായത് സ്റ്റെറിലൈസേഷന് ശേഷം, അതായത് വന്ധീകരിച്ചതിന് ശേഷം വാക്സിനേഷൻ നൽകിയതിന് ശേഷം തുറന്നു വിടണം. പക്ഷേ ഈ നായ്ക്കൾക്ക് ഏതെങ്കിലും ഈ പേവിഷബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ അത്തരം നായ്ക്കളെ അല്ലെങ്കിൽ അപകടകാരികളായിട്ടുള്ള നായ്ക്കളെയാണെങ്കിൽ അതിനെ കൂട്ടിലടക്കുക. ഈ പറഞ്ഞ ABC വന്ധ്യംകരണം എന്നുള്ളത്, വന്ധ്യംകരിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ പട്ടിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. വന്ധ്യംകരിച്ചതുകൊണ്ട് ഏതെങ്കിലും നായ്ക്ക് പേവിഷബാധ ഉണ്ടാവാതിരിക്കുന്നില്ല. വന്ധ്യംകരിച്ചതുകൊണ്ട് ഏതെങ്കിലും നായ കുഞ്ഞുങ്ങളെ അടക്കം ഓടിച്ചിട്ട് കടിച്ചു പറിച്ച് കൊല്ലാതിരിക്കുന്നില്ല.
വന്ധ്യംകരിച്ചതുകൊണ്ട് ഈ തെരുവിൽ കാണുന്ന നായകൾക്ക് ഈ പറയുന്ന ഒരുപക്ഷെ ലോങ് റണ്ണിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ നായ്ക്കൾ കുറയാമെന്നല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭീകരമായ മാരകമായ അവസ്ഥയ്ക്ക് ഒരു കുറവും ഉണ്ടാവുന്നില്ല. പക്ഷേ സുപ്രീം കോടതി പറയുന്നത് വന്ധ്യംകരിച്ച് കൊണ്ട് തുറന്നു വിട്ടേക്കൂ എന്നാ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.